പക്ഷേ നമസ്കാരം. നമസ്കാരം. UN നിന്ന് വലിയൊരു വാർത്ത വരികയാണ്. UN ഇങ്ങനെ എല്ലാ ദിവസവും UN ജീവിച്ചിരിക്കുന്നു, UN ഉണ്ട്, അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടെന്ന് തോന്നിക്കുന്ന ഇതുപോലുള്ള അവസരങ്ങളാണ് നമുക്ക്. ഇന്ത്യക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യക്ക് വലിയ പങ്കുണ്ട്. അവിടെ ജയശങ്കർ വന്നിട്ട് കസറാൻ തുടങ്ങി. ഇടിമുഴക്കം ഗർജനമാണ്. എനിക്ക് തോന്നുന്നു സ്വാമി വിവേകാനന്ദനൊക്കെ ശേഷം ഇന്ത്യയുടെ ശബ്ദം ലോകവേദികളിൽ VK കൃഷ്ണമേനൊക്കെ ശേഷം അല്ലേ ആർജവമുള്ള പുതിയ കാലത്തിന്റെ അത് മോശമല്ലാത്ത രീതിയിൽ നിർവഹിച്ച ഒരാൾ AB വാജ്പേയിയും കൂടിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രി ആരാന്ന് എന്നോട് ചോദിച്ചാൽ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിൽ ഞാൻ വാജ്പേയിയുടെ പേരെ പറയും. ബാക്കിയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ആ പദയിൽ ഒട്ടും മോശമല്ലാതെ പേര്. ഇപ്പൊ ജയശങ്കർ. അപ്പൊ ആ ഒരു പിന്നെ ശ്രേണിയിലേക്ക് ഇന്ത്യൻ നയതന്ത്രജ്ഞനായ ക്ഷിതിജ് ത്യാഗിയുടെ വാക്കാണ്. ത്യാഗി എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാക്പോരുണ്ടായി UN വെച്ചിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇന്ത്യ ശക്തമായി ഇരു സഭകളിലും മനുഷ്യാവകാശ കൗൺസിലിലും UN ജനറൽ അസംബ്ലിയിലും ശക്തമായ നിലപാടാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ആ നിലപാടിൽ എന്തായിരുന്നു ഇന്ത്യയുടെ വിമർശനം? എന്താണെന്ന് വെച്ചാൽ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഒഴിയുക എന്നാണ്. ശക്തമാണ്. ശരിയാണ്, ന്യായമാണ് താനും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നം അവിടെ തുടങ്ങുന്നതാണ്. ഈ കൈവശം വെച്ചത് തന്നെയാണല്ലോ പ്രശ്നം. അതെ, സത്യത്തില് ഇപ്പൊ അടിസ്ഥാന പ്രശ്നം അതാണല്ലോ. 47 ബ്രിട്ടീഷുകാർ ഒരു ഫോർമുല വെച്ചു. ഇന്ത്യ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ 555 നാട്ടുരാജ്യങ്ങളെങ്ങാണ്ടുണ്ടാകും. അതിൽ ഏത് രാജ്യത്തിനും ഐദർ ഇന്ത്യ ഓർ പാകിസ്ഥാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് ആണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് ഹിന്ദു രാജാവാണ്. കാശ്മീരിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുണ്ട്, എന്നാലും അവിടെ പണ്ഡിറ്റുകളും ഈ പറഞ്ഞ കാശ്മീരി പണ്ഡിറ്റുകളും ബുദ്ധന്മാർ പറഞ്ഞ ലഡാക്ക് പ്രദേശത്തൊക്കെ ബുദ്ധന്മാരാണ്. അവരൊക്കെ ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിച്ചൊരു കാലമാണ്. അപ്പോൾ ഹരിസിംഗ് പറഞ്ഞു, അദ്ദേഹം എടുത്ത ഓപ്ഷൻ ഞാൻ ഇന്ത്യയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് അവിടെ ഈ വാദം ഉണ്ടാകുന്നത്. ഏതാനും കുറച്ച് തീവ്രവാദികളെ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ കയറി പിടിക്കുകയാണ്. ഇത് തന്നെ അവസരം, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് വാശി പിടിച്ചിട്ടാണ്. അപ്പോൾ അന്ന് പിടിച്ചെടുത്തതാണ് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്. അത് വിട്ടുകൊടുക്കുമ്പോഴാണ് അടിസ്ഥാന പ്രശ്നം തീരുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അത് വിട്ടു തന്നാൽ തീരും. ഇല്ലെങ്കിൽ ഇത് അങ്ങനെ എളുപ്പം തീരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടിസ്ഥാന പ്രശ്നം അതാണ്. ഇത്തവണ അത് അങ്ങനെ അത് നമുക്കൊരു ശക്തമായ ഭരണകൂടമുണ്ട് അത് ആവശ്യപ്പെടാൻ. അത് വേണമെന്ന് പറയാൻ നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് UN ചർച്ചയ്ക്ക് വന്നു എന്നുള്ളത് വന്നുകൊണ്ടേയിരിക്കും. അവര് പറയുന്ന നമ്മൾ ആരോപിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലമായ ന്യൂനപക്ഷങ്ങളോടുള്ള ദീർഘകാല പീഡനം, അന്താരാഷ്ട്ര വേദികളിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്ന രീതികൾ, ഇതൊക്കെയാണ് പാകിസ്ഥാനെതിരായി നമ്മൾ ഇന്ത്യ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത്. സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അവർ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ന്യൂനപക്ഷ പീഡനം എന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഇവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നാണ് പീഡനം ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദ്രോഹമുണ്ടായതും കഷ്ടപ്പാടുണ്ടായതും ഒക്കെ ഇവിടെ ഈ രാഷ്ട്രീയ ശക്തികൾ മുതലെടുത്ത് ഇളക്കി വിട്ട വർഗീയ കലാപങ്ങളാണ്. ഗവൺമെൻറ് നേരിട്ട് ചെന്നിട്ട് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച ഏതെങ്കിലും അനുഭവം ഒരിക്കലും ഇല്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ഇങ്ങനെയാണ്. വർഗീയ കലാപങ്ങൾ നിരന്തരം നടന്നിരുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ കുറച്ചൊരു ആശ്വാസം വന്നത്. അതുകൊണ്ട് ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ചരിത്രം പോലും പൊറുക്കില്ല. കാരണം നമ്മുടെ പൊന്നാനിയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂം എന്നാണ് പേര്. സാമൂതിരിയുടെ അഡ്വൈസറായിരുന്നു, അറബ് ലോക അഡ്വൈസറായിരുന്നു. പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഹക്കീം ഉസ്താദിനെ കാണുമ്പോൾ, നമ്മുടെ കാന്തപുരം ഹക്കീം ഉസ്താദിനെ കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊരു സിനിമ ചെയ്യാൻ മാത്രം ഉണ്ടെന്ന്. സാമൂതിരിയായിട്ടുള്ള ബന്ധം അതിഗംഭീരമാണ് സർ, അതിഗംഭീരമാണ്. എന്ന് വെച്ചാൽ പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ സാറിന് തരാതെ. അപ്പോൾ കൈരളിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തോടൊക്കെ ആരാണ് പറയേണ്ടത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ത്യ എന്ന മഹാരാജ്യം മുസ്ലിങ്ങൾക്കെതിരായി പെരുമാറുന്നു എന്ന് ആർക്കാ പറയാൻ പറ്റും? ഏതെങ്കിലും കാലത്ത്, രാജഭരണകാലത്ത് ആരാ രാജാവ്? സാമൂതിരിയാണ് രാജാവ്. അദ്ദേഹം ഹിന്ദുവാണ്, ഏറാടി ഉപജാതിയിൽപ്പെട്ട ആളുമാണ്. എന്നിട്ട് അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല,
ലോകത്തിലെ ഒരു മുസ്ലിം രാജ്യവും കൊടുക്കാത്ത സൗകര്യങ്ങളാണ് അവർക്ക് സ്നേഹിച്ചു കൂടെ നിർത്തിയിട്ടുള്ളത്. സ്നേഹിച്ചു എന്ന് മാത്രമല്ല സാർ, എല്ലാ വിലക്കുകളെയും ലംഘിച്ചു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തളിയിലെ ക്ഷേത്രം ഉണ്ടല്ലോ, തളിയിലെ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ സവർണന്മാർക്കല്ലാതെ വഴി നടക്കാൻ പാടുണ്ടായിരുന്നു. ഏതുവരെ? സ്വാതന്ത്ര്യത്തിന് ഇപ്പൊ തൊട്ടു മുമ്പ് 1936 വരെ. 36 അതിലെ വഴി നടന്നിട്ട്, ബലമായി വഴി നടന്നിട്ട് കൃഷ്ണേട്ടൻ, മിതവാദി കൃഷ്ണേട്ടൻ അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. പത്രക്കാരൻ, മിതവാദി പത്രമായിരുന്നു കൃഷ്ണേട്ടൻ. അദ്ദേഹം ബലമായി നടന്ന് അറസ്റ്റ് വരിച്ചിട്ടാണ് ഒരു വലിയ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കും, 36 വരെ. എന്നാൽ 1400-കളിൽ 500-കളിലൊക്കെ തളിയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് രേവതി പട്ടത്താൻ. ആ രേവതി പട്ടത്താൻ എവിടെ നടക്കുന്നത്? തളി ക്ഷേത്രത്തിനകത്താ, വഴിയിലല്ല. ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന രേവതി പട്ടത്താനത്തിന്റെ വേദിയിൽ ആഘോഷപൂർവ്വം ആനയിക്കപ്പെട്ട് ആദരിച്ചിരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നറിയോ? ഒന്ന് ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹം സാമൂതിരിയുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. രണ്ടാമത് കോഴിക്കോട് പോർട്ടിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഷാ ബന്ദർ ഇബ്രാഹിം കോയ. മൂന്നാമത്തെ ആൾ എല്ലാവർക്കും അറിയാം, സാക്ഷാൽ കുഞ്ഞാലി മരക്കാർ. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ആദരിച്ചിരുന്ന നാടാണ്. ഇനി ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. ചെയ്ത പണി എന്താണെന്നറിയോ? പോർച്ചുഗീസുകാർ വന്ന് സാമൂതിരിയെ വളഞ്ഞപ്പോൾ ലോകത്തിലെ എല്ലാ സുൽത്താൻമാർക്കും ഇദ്ദേഹം കത്തയച്ചു, അറബിയിൽ കത്തയക്കും. കത്തയച്ചത് എന്താണെന്നറിയോ? എൻ്റെ രാജ്യം അപകടത്തിലാണ്, നിങ്ങൾ സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം, ഞങ്ങൾ ഉപരോധത്തിലാണ് ഞങ്ങൾ രാജാവ്. രണ്ടാമത് നിങ്ങൾ സൈനികമായിട്ടും സഹായിക്കണം. അപ്പോൾ മഖ്ദൂമിനോടുള്ള ബഹുമാനം കൊണ്ട് അന്ന് ഈജിപ്തിലെ മഹാരാജാവ് അയച്ചു കൊടുത്തു സൈന്യത്തെ. ആ സൈന്യത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നാനിയിൽ ഒരു പള്ളി വെച്ചു കൊടുത്തു സാമൂതിരി. മിസ്രി ഇപ്പോൾ ഉണ്ട് ആ പള്ളി. ഇപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ പള്ളി ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് പുനരുദ്ധരിച്ച് നല്ലൊരു ചരിത്ര സ്മാരകമാക്കിയത് മാറ്റി. അതാണ് മിസ്രി പള്ളി. ഇത്തരം ശബ്ദങ്ങൾ ഇത്തരം ശബ്ദങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ഒരു വലിയ പ്രമുഖനായിട്ടുള്ള ഒരാള് ദീക്ഷിത് പറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ സംസാരിച്ച വലിയൊരു ബ്യൂറോക്രാറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജയശങ്കറിന്റെ വാക്കുകൾ, തീവ്രവാദവും യുദ്ധവും അദ്ദേഹം വിമർശന വിധേയമാക്കി UN അസംബ്ലിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വലിയ വലിയ കോളിളക്കമുണ്ടാക്കിയ പ്രസംഗമാണ്. ആ പ്രസ്താവനയോടും പാകിസ്ഥാൻ എന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, നാവിറങ്ങിപ്പോയി. അന്നത് സംസാരിക്കാൻ അടിച്ചിരുത്തി കളഞ്ഞു ജയശങ്കർ. മാത്രമല്ല ജയശങ്കറിൻ്റെയാണ് ഒരു വാക്ക്, അല്ലേ? നിങ്ങൾ നാടകം കളിക്കണ്ട, എന്താണ്? അഭിമാനകരമായ ദൃശ്യാഭിനയം. അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് അഭിമാനകരമായ. നന്നായിട്ടുണ്ട് നിങ്ങളുടെ നാടകം, ദൃശ്യാഭിനയം. എന്നാണ് അഭിനയം നന്നായിട്ടുണ്ടെന്നാണ്. അഭിനയം കൊള്ളാം എന്നുള്ളതാണ് കാര്യം, എല്ലാവർക്കും അറിയാം എന്നുള്ള. അതെ, ആവശ്യമായ വസ്തുക്കളെല്ലാം മറച്ചു വെക്കുന്ന രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള അവതരണമാണ് ഈ പാകിസ്ഥാൻ. നാടകീയമായി വസ്തുക്കളെ മറച്ചു പിടിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം പ്രസ്താവിച്ചത്. തീർച്ചയായിട്ടും അത് വസ്തുതയാണല്ലോ. കാരണം പാകിസ്ഥാൻ ഇപ്പൊ ഈ വാക്കുകളും നാട്യവും അല്ലാതെ സ്വന്തമായി കയ്യിൽ എന്താണുള്ളത്? 78 വർഷമായില്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, അവരെന്ത് നേടി? ഇടയ്ക്കിങ്ങനെ ഭീഷണി മുഴക്കി. ലോക ചരിത്രത്തിൽ ഒന്ന് എടുത്തു നോക്കൂ. ലോകത്തിലെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ലോകത്തിലെ ശാസ്ത്രത്തിന്റെ ചരിത്രം, ഒരു നോബൽ സമ്മാന ജേതാവിന്റെ പേര് ആകെയുള്ളത് പാകിസ്ഥാൻ ചരിത്രം മുഴുവൻ എടുത്താൽ ഒരു ഡോക്ടർ അബ്ദുസലാമിൻ്റെ പേരുണ്ട്. അദ്ദേഹം പാകിസ്ഥാനിൽ ജനിച്ചു എന്നേ ഉള്ളൂ. അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അവിടുന്ന് ഓടിച്ചതാണ്. എന്നിട്ട് ലണ്ടനിൽ കിടന്നാണ് വളർന്നത്. ലണ്ടനിലാണ് വളർന്നത്, അവിടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് വേറൊരു പ്രൈസ് ഉള്ളത്. അറിയപ്പെടുന്ന, ആലോചിച്ച് നോക്കൂ, ഒരു ലോകോത്തരമായ ഒരു കലാകാരൻ്റെ പേര്, ലോകോത്തരമായൊരു പാകിസ്ഥാനി സിനിമയുടെ പേര്, സാങ്കേതിക ബഹിരാകാശം എന്താണ് എന്നൊന്ന് എത്തി നോക്കാൻ ഒരു പാകിസ്ഥാനിൽ നിന്ന് റോക്കറ്റ് ഒന്ന് വിക്ഷേപിച്ചാൽ നന്നായി. എന്തെങ്കിലും ഒന്ന് ആലോചിച്ചു. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ സംഗീതത്തിൽ ഒരാള് വേണമെങ്കിൽ പറയാം, ഉസ്താദ് ഫത്തഹ് അലി ഖാൻ. ഇവിടെ വന്നിട്ടാണ്. അതെ, ഇവിടെ വന്നിട്ടാണെന്ന് മാത്രമല്ല, ചേർന്ന് അവരൊന്നും ഈ ആധുനിക പാകിസ്ഥാന്റെ സൃഷ്ടിയല്ല, ഒരു വിശാല ഭാരതത്തിന്റെ മക്കളാണ്. രേഷ്മ ഓർമ്മയുണ്ടോ? രേഷ്മ എന്നുകൊണ്ട് രാജസ്ഥാനിൽ നിന്ന് വിഭജന കാലത്ത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഓടിപ്പോയൊരു കലാകാരിയായി. ഈ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം സുവർണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഹൈദരാബാദിൽ 3 രാജ്യങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിച്ചു. എന്ന് വെച്ചാൽ 97 50ാം വർഷത്തിൽ. അപ്പോൾ 3 രാജ്യങ്ങളിലെ കലാകാരന്മാർ വന്നു. ഞാൻ കണ്ട ഞെട്ടിക്കുന്ന ഒരു കാഴ്ച, ഹൈദരാബാദിലെ കുലി കുത്തുബ് ഷാ സ്റ്റേഡിയത്തിൽ രേഷ്മ വന്നു. പാകിസ്ഥാനിലെ വലിയ സിംഗറാണ് അവർ. പിൽക്കാലത്ത് രാജസ്ഥാനിലെ നാടോടിപ്പാട്ടുകാരിയായിരുന്നു. അവർ വന്ന് കയറിയിട്ട് വൈകിയ വന്ന്, ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട്. നമ്മുടെ നൗഷാദ് ഭായി ആണ് അവിടുത്തെ ഇന്ത്യൻ സംഘത്തെ.
ഇവർ കയറി വന്നിട്ട് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് ആ സ്റ്റേഡിയം മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ നിന്ന് കൈയടിക്കുകയാണ്. എത്രയോ നിമിഷങ്ങൾ അവർ ഇരിക്കുന്നില്ല. വൈകാരികത അത് അപാരമായ ദൃശ്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ പാകിസ്ഥാന് സ്വന്തം കലാകാരന്മാരെ ഒന്നും വളർത്താൻ കഴിയില്ല സാർ. അതിന്റെ ഒരു ജനിതക ദോഷമാണത്. അതിന്റെ കുഴപ്പമുണ്ട്. അപ്പൊ ഓക്കെ, പാകിസ്ഥാന് ഞാൻ പറയുന്നത് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കാൻ ചരിത്രം എവിടെ, കല എവിടെ, സംസ്കാരം എവിടെ, ശാസ്ത്രം എവിടെ, സാങ്കേതിക വിദ്യ എവിടെ, എന്ത് കൊടുത്തു അവർക്ക്? മതം പറഞ്ഞ് രാജ്യം നേടി. അവസാനം താ മാറിയിട്ട് ദാ ആയി, മതം മാത്രം ബാക്കിയായി. മതം പൊട്ടി. എന്താ ഉണ്ടായത്? ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ഒരു രാജ്യം ചോദിച്ചു, അവിടെ ഇസ്ലാം ഇല്ല, പാകിസ്ഥാനും ഇല്ല. അതല്ലേ ഇല്ലാതായത്? അവിടെ എവിടെ മതം? അവിടെ ബലൂജി ഉണ്ട്, അവിടെ സിന്ധി ഉണ്ട്, അവിടെ പഞ്ചാബി ഉണ്ട്, അവിടെ പഷ്തൂണി ഉണ്ട്, അവിടെ കാശ്മീരി ഉണ്ട്. മറ്റേ സാധനം മാത്രമില്ല. ഏത്? പാകിസ്ഥാനി ഇല്ല, ഇന്ത്യയിലോ ഇല്ല. ഈ പറഞ്ഞതൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ മലയാളി ഉണ്ട്, പക്ഷെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ ഭാരതീയനാണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ മലയാളിയാവുന്നുള്ളൂ. അത് കഴിഞ്ഞേ ഞാൻ ഇസ്ലാം ആവുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഓരോ ഇന്ത്യക്കാരനും. അങ്ങനെ ഒരു നാടില്ല എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പ്രശ്നം. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ നാട്യങ്ങൾ കൊണ്ട് എത്ര കാലം ഹിപ്പോക്രസി അവസാനിപ്പിക്കണമെന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ കാപട്യം നിർത്തിയില്ലെങ്കിൽ അത് ഈ അനാവശ്യ നാടകങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് അതിനെ പ്രതിരോധിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അവസ്ഥയെക്കുറിച്ച് അന്താരാഷ്ട്ര വിമർശനം എത്രത്തോളം നീതിയുക്തമാണെന്നും യഥാർത്ഥ വിവരങ്ങളെ വികാരപരമായ പ്രചരണങ്ങളിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചു വിടാമെന്നും ഈ യൂണിവേഴ്സൽ ഫോറങ്ങളിലൂടെ വാദഗതികളുടെ പരിമിതികളും ഒക്കെ വെച്ചുകൊണ്ട് ശക്തിയും എന്തെല്ലാമാണെന്ന് തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളാണ്. ഇവർ ഇത് നിരന്തരമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സൽ ഫോറങ്ങളിൽ വാദഗതികൾ, പരിമിതികൾ ഒക്കെ വെച്ചുകൊണ്ട് വികാരപരമായ പ്രചരണങ്ങൾ. ഞങ്ങളെ എങ്ങനെ ആക്രമിച്ചു കള്ളത്തര പ്രചരണങ്ങൾ. അത് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് ഈ തീവ്രവാദികൾ വന്നിട്ട് ഇവിടെ നിരപരാധികളെ ആക്രമിക്കുമ്പോൾ മാത്രമല്ല, ഇന്ത്യക്കെതിരായി നുണ പറയാൻ പോയി അടിക്കും എന്ന് പറഞ്ഞേക്കണം അവരോട്. അത് ഇനി പറയേണ്ട അവസ്ഥയാണ്. കാരണം നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അവസാനിപ്പിക്കണം ഈ നുണപ്രചരണം. അത് കേട്ടാൽ ഔദ്യോഗികമായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരായി അടിസ്ഥാനരഹിതമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരണ ലോകവേദികൾ ഉന്നയിച്ചാൽ അതിന്റെ പേരിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറയും. അതെ. ഇത് പറയാനുള്ള ആർജവം ഈ ജയശങ്കറിനെ പോലുള്ള ആളുകൾ പറഞ്ഞേക്കും. വളരെ സൗമ്യം നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. അതാണ് ഇനിയൊരു വഴിയുള്ളത്. അല്ലെങ്കിൽ ഇവർ ഈ ബഡായി പറച്ചില് വർത്താനം പറഞ്ഞ അപ്പാടി നുണ പറച്ചിൽ കൊടുക്കണം. കാരണം ഇതിന് മറുപടി പറയാൻ നിൽക്കല് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ നയതന്ത്രം എന്നൊരു വലിയ ഡിപ്ലോമസി ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് 142 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പാടില്ല. മാത്രമല്ല അവരെ തീറ്റിപ്പോറ്റി വലിയ അഭിമാനകരമായ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന രാജ്യത്തിന് ഇവരുടെ നുണക്ക് മറുപടി പറയാൻ മാത്രം നടക്കാൻ നിൽക്കും. ഞങ്ങൾക്ക് അവസരമില്ല. അവസാനിപ്പിക്കേണ്ട സമയം. തീർച്ചയായിട്ടും ഈ മറുപടി കുറച്ചുകൂടെ കടുക്കണം എന്നാണ്, കുറെ കൂടി ഷാർപ്പ് ആവണം എന്നാണ് നമ്മൾ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.